Previous day we discussed the topic The Last Leaf by O. Henry. Okay, today we can discuss its remaining portions. Let us start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ ലാസ്റ്റ് ലീഫ് എന്നുള്ള പാഠഭാഗം തുടങ്ങി വെച്ചിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോവാം. ആ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. Old Mr. Berman was a painter who lived on the first floor beneath them. അദ്ദേഹം ഒരു പെയിൻ്ററായിരുന്നു. അല്ലെങ്കിൽ കെട്ടിടത്തിന് തൊട്ട് താഴെ അടിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഹി വാസ് പാസ്റ്റ് 60. അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞിരുന്നു. ബർമൻ വാസ് എ ഫെയിലർ ഇൻ ആർട്ട്. അദ്ദേഹം കലയിൽ പരാജിതനായിരുന്നു. ഹി ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു പെയിൻറ്റ് എ മാസ്റ്റർ പീസ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു അമൂല്യ കലാസൃഷ്ടി വരയ്ക്കണം എന്നുണ്ടായിരുന്നു. എപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ബട്ട് ഹി ഹാഡ് നെവർ യെറ്റ് ബിഗൺ ടു പെയിൻറ്റ് ഇറ്റ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം വരച്ച് തുടങ്ങിയിട്ടില്ല, ഒരു തുടക്കം പോലും ഇട്ടിട്ടില്ല. For many years he had to paint nothing except now and then something in the line of commercial or advertising work. വാണിജ്യപരമായിട്ടോ അല്ലെങ്കിൽ പരസ്യങ്ങൾ അത്തരത്തിൽ ആ രൂപത്തിലുള്ള വലിയ ജോലിക്കൊന്നും അദ്ദേഹം പോകാറില്ല, പെയിൻറ്റ് ചെയ്യാറില്ല. വർഷങ്ങളായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, he earned a little money by serving as a model for those young artists who could not pay the price for a regular model. അപ്പോൾ പലപ്പോഴും എപ്പോഴും അദ്ദേഹം ചെറുപ്പക്കാരുടെ ഇടയിൽ മോഡലായിട്ട് പോകാറുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെറിയ രൂപത്തിലുള്ള പേയ്മെൻറ്റാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കാറുമില്ല. ചെറിയ സമ്പാദ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബട്ട് ഹി ഓൾവേസ് ടോക്ഡ് അബൌട്ട് ദ ഗ്രേറ്റ് മാസ്റ്റർ പീസ് ഹി വാസ് ഗോയിങ് ടു പെയിൻറ്റ്. പക്ഷേ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അമൂല്യ കലാസൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഫോർ ദ റെസ്റ്റ് ഹി വാസ് ഫിയേഴ്സ് ലിറ്റിൽ ഓൾഡ് മാൻ ഹു റിഗാർഡഡ് ഹിംസെൽഫ് ആസ് എ വാച്ച് ഡോഗ്. അദ്ദേഹം കാവൽ നായായിട്ട്, എന്ന് വെച്ചാൽ കാവൽക്കാരനായിട്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ അത്രമാത്രം ശ്രദ്ധയും കെയറിങ്ങും ജോൺസിക്കും സിയും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഓക്കെ, അങ്ങനെ പ്രൊട്ടക്ടറാണ്, സംരക്ഷകനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഈ രണ്ട് യുവ കലാകാരികളുടെ ഇടയിൽ. ഹി വാസ് വെരി ഫോണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് തിരിച്ച് അവർക്ക് ഇഷ്ടമായിരുന്നു. സ്യൂ ഫോണ്ട് ബർമൻ ഇൻ ഈസ് പൂർലി ലൈറ്റഡ് സ്റ്റുഡിയോ. അങ്ങനെ ബർമനെ കാണാൻ വേണ്ടി സ്യൂ പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടു. ഇൻ വൺ കോർണർ ഓഫ് ദ റൂം സ്റ്റുഡ് എ ബ്ലാങ്ക് ക്യാൻവാസ് വിച്ച് ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ 25 years ടു റിസീവ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പ്രോമിസ്ഡ് മാസ്റ്റർ പീസ്. അദ്ദേഹം വാഗ്ദാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ അമൂല്യ കലാസൃഷ്ടിയുടെ ആദ്യത്തെ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാങ്ക് ക്യാൻവാസ്, ഒഴിഞ്ഞ ഒരു ചിത്രലേഖന തുണി അവിടെ ഉണ്ടായിരുന്നു. അത് കാത്തിരിക്കുകയാണ്. 25 വർഷക്കാലമായിട്ട് അത് കാത്തിരിക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ അമൂല്യ കലാസൃഷ്ടിയുടെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട്. ഷീ ടോൾഡ് ഹിം ഓഫ് ജോൺസീസ് ഫാൻസി. പലപ്പോഴും ജോൺസിയുടെ ആ കാര്യത്തെക്കുറിച്ച് ബർമനോട് പറയാണ് സ്യൂ. And how she feared she would indeed, light and fragile as a leaf herself, float away when her slight hold upon the world grew weaker. അവളിപ്പോൾ ഉഷളായിട്ടുണ്ട്. മാത്രമല്ല കേവലം ഒരു ഇലയെ പിടിച്ചുകൊണ്ട് അവൾ അത് എണ്ണിക്കൊണ്ട് അവളുടെ ജീവൻ അതോടുകൂടി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുകയാണ്. ഇപ്പോൾ വളരെയധികം ക്ഷീണമുണ്ട് അവൾക്ക് എന്നൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് സ്യൂ ജോൺസിയെക്കുറിച്ച് ബർമനോട്. ബർമൻ ഷൗട്ടഡ്. ഇത് കേട്ട ബർമൻ ഉച്ചത്തിൽ അലറി, Are there people in the world who are foolish enough to die simply because leaves fall from an old vine? ഇപ്പോൾ കേവലം ഒരു വള്ളിച്ചെടിയിൽ നിന്ന് വീഴുന്ന ആ ഒരു ഇല കാരണം ഒരാൾ മരിക്കുകയോ, എന്തൊരു വിഡ്ഢിത്തരമാണിത് എന്നൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ. ഐ ഹാവ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്. അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വൈ ഡു യു പെർമിറ്റ് സച്ച് എ സില്ലി ഐഡിയാസ് ടു കം ഇൻ ടു ഹെർ മൈൻഡ് ഓൺ ദാറ്റ് പോർ ലിറ്റിൽ മിസ് ജോൺസി. പ്രിയപ്പെട്ട ആ കൊച്ചു മിസ് ജോൺസിയുടെ മനസ്സിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ദുഷ്ചിന്തകൾ അവൾക്ക് ചിന്തിക്കാനുള്ള അവസരം നീ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഷീ ഈസ് വെരി ഇൽ ആൻഡ് വെരി വീക്ക്. അവളധികം രോഗിയും ദുഃഖിതയുമാണ്, ക്ഷീണമുള്ളവളുമാണ്. എക്സ്പെൻസീവ് സ്വീകരിച്ചു കൊടുക്കണം. ആൻഡ് ദ ഫീവർ ഹാസ് ലെഫ്റ്റ് ഹെർ മൈൻഡ് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഐഡിയാസ്. അപ്പോൾ അവളുടെ മനസ്സിൽ വിചിത്രമായ എന്തൊക്കെയോ ചില മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. അവളുടെ മനസ്സിൽ നിറയപ്പോൾ അതാണ്. ജോൺസി വാസ് സ്ലീപ്പിംഗ് വെൻ ദേ ബോത്ത് വെൻറ്റ് അപ്സ്റ്റേഴ്സ്. അങ്ങനെ രണ്ടുപേരും ജോൺസിയെ കാണാൻ വേണ്ടി പോവാണ്. സ്യൂ ഉണ്ട്, ബർമനുണ്ട്. രണ്ടുപേരും മുകളിലേക്ക് കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പോയ സമയത്ത് അവിടെ ജോൺസി ഉറങ്ങുകയായിരുന്നു. സ്യൂ പുൾ ഡൗൺ ദ കർട്ടൻ ആൻഡ് മോഷൻഡ് ബർമൻ ഇൻ ടു ദ അതർ റൂം. അങ്ങനെ കർട്ടൻ
വലിച്ചിട്ടതിന് ശേഷം ബർമനെയും കൂട്ടി മറ്റൊരു റൂമിലേക്ക് പോകുന്നു. ദർ ദേ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ഫിയർഫുള്ളി അറ്റ് ദ വൈൻ. വളരെ പേടിയോട് കൂടിയിട്ട് ജനലിലൂടെ അവർ പുറത്തേക്ക് ആ വള്ളിച്ചെടിയുടെ ഇലയിലേക്ക് നോക്കുന്നു. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഫോർ എ മൊമെൻറ്റ് വിത്തൗട്ട് സ്പീക്കിംഗ്. അങ്ങനെ ഒന്നും സംസാരിക്കാതെ കുറച്ച് നിമിഷങ്ങൾ അവർ പരസ്പരം നോക്കുന്നു. എ കോൾഡ് റെയിൻ വാസ് ഫാളിങ് മിക്സ്ഡ് വിത്ത് സ്നോ. അങ്ങനെ ആ സമയത്ത് തണുത്ത ആ ഒരു മഴയും അതിനിടയിൽ മഞ്ഞും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബർമൻ ടുക്ക് എ സീറ്റ് ആൻഡ് പ്രിപ്പയർഡ് ഹിംസെൽഫ് ടു പോസ് ഫോർ സ്യൂ ആസ് എ മോഡൽ. ബർമൻ ഒരു കസേരെടുത്തു, അതിൽ തയ്യാറായി നിന്നു മോഡലായിട്ട്, സ്യൂവിൻ്റെ മോഡലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. വെൻ സ്യൂ വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് ഷീ ഫൗണ്ട് ജോൺസി വിത്ത് ഡൾ. തൊട്ട ദിവസം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ജോൺസി വളരെയധികം ഡള്ളായിട്ട് നിൽക്കുന്നത് കണ്ടു. വൈഡ് ഓപ്പൺ ഐസ് ലുക്കിംഗ് അറ്റ് ദ വിൻഡോ. വിശാലമായ കണ്ണുകൾ ജനലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. പുൾ അപ്പ് ദ കർട്ടൻ ഐ വാണ്ട് ടു സീ, ജോൺസി സെഡ് ക്വൈറ്റ്ലി. സ്യൂ ഒബേഡ്. ആ കൊട്ടൻ പൊക്ക്, എനിക്ക് കാണണം എന്ന് ശാന്തമായിട്ട് ജോൺസി പറഞ്ഞു. അത് കേട്ടിട്ട് സ്യൂ അത് അനുസരിച്ചു. ബട്ട് ഹോ ആഫ്റ്റർ ദ ഹെവി റെയിൻ ആൻഡ് ദ സ്ട്രോങ് വിൻഡ് വൺ ലീഫ് വാസ് സ്റ്റിൽ ഹാങ്ങിങ് ഓൺ ദ വൈൻ. തുറന്നു നോക്കിയപ്പോൾ കാണുകയാണ്, ശക്തമായ കാറ്റിലും കൊടുങ്കാറ്റിലും ഇപ്പോഴും ഒരു ഇല ആ വള്ളിച്ചെടിയിൽ നിൽക്കുന്നുണ്ട്. ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല. സ്റ്റിൽ ഡാർക്ക് ഗ്രീൻ, ഇപ്പോഴും ഇരുണ്ട പച്ച നിറത്തിലുള്ളതാണത്. ഇറ്റ് ഹങ് ബ്രേവ്ലി ഫ്രം എ ബ്രാഞ്ച് സം 20 feet above the ground. തറയിൽ നിന്നും നിലത്തു നിന്നും ഏകദേശം 25 അടി മുകളിലാണ് ഈ ഒരു ശിഖരം, ആ ചിരത്തിലുള്ള ഇല നിൽക്കുന്നത്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ സെഡ് ജോൺസി. ജോൺസി പറഞ്ഞു, ഇത് അവസാനത്തെ ഒന്നാണ്. ഐ തോട്ട് ഇറ്റ് വുഡ് ഷുവർലി ഫാൾ ഡ്യൂറിങ് ദ നൈറ്റ്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ഇന്ന് രാത്രി തന്നെ അത് വീഴും. ഐ ഹിയർ ദ വിൻഡ് ആൻഡ് ദ റെയിൻ. ഞാൻ മഴ അതുപോലെ തന്നെ കാറ്റ്, അതിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ഫാൾ ടുഡേ ആൻഡ് ഐ ഷാൾ ഡൈ അറ്റ് ദ സെയിം ടൈം. ഇന്ന് എന്തായാലും അത് വീഴും, അതോടൊപ്പം തന്നെ ഞാനും ഇതിനോടൊപ്പം മരിക്കും. ഡിയർ ജോൺസി സെഡ് സ്യൂ, പ്ലേസിങ് ഹെർ ഫേസ് ക്ലോസ് ടു ജോൺസീസ് ഓൺ ദ പില്ലോ. തലണയിൽ തൻ്റെ മുഖം വെച്ചുകൊണ്ട് പരസ്പരം നോക്കിക്കൊണ്ട് സ്യൂ ജോൺസിയോട് പറഞ്ഞു, തിങ്ക് ഓഫ് മീ ഇഫ് യു വോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ്. വാട്ട് ഷാൾ ഐ ഡു? നീ നിന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട, നീ എന്നെക്കുറിച്ചും ചിന്തിച്ച് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. ദ ഡേ വോർ അവേ ആൻഡ് ഈവൻ ത്രൂ ദ twilight they could see the long ivy leaf clinging to its stem against the wall. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അന്ന് വൈകിട്ട് ഒരു ഏകാന്തതയിൽ ചുമരിൽ തൂങ്ങി നിൽക്കുന്ന വള്ളിച്ചെടിയിലെ ഇലയെ കാണുകയാണ്. ആൻഡ് ദെൻ വിത്ത് ദ കമ്മിങ് ഓഫ് ദ നൈറ്റ് ദ നോർത്ത് വിൻഡ് വാസ് എഗോസ്ഡ് ആൻഡ് ദ റെയിൻ ബിഗാൻ ടു ഫാൾ ഹെവിലി. അങ്ങനെ അന്ന് രാത്രി വീണ്ടും വർഗ്ഗം കാറ്റ് കുറഞ്ഞു വന്നു, പക്ഷേ മഴ പെയ്യാൻ തുടങ്ങി. വളരെ ശക്തമായ മഴ പെയ്തു. വെൻ ഇറ്റ് വാസ് ലൈറ്റ് ഇനഫ് ജോൺസി ദ മെർസിലെസ് കമാൻഡഡ് ദാറ്റ് ദ കർട്ടൻ ബി റേസ്ഡ്. ഇങ്ങനെ ജോൺസി വെളിച്ചം ഇപ്പോൾ വന്നിട്ടുണ്ട്, ദയയില്ലാതെ അവൾ പറഞ്ഞു, ആജ്ഞാപിച്ചു ആ കർട്ടൻ പൊക്കാൻ വേണ്ടിയിട്ട്. ദ ഐവി ലീഫ് വാസ് സ്റ്റിൽ ദർ. അങ്ങനെ പൊക്കി നോക്കിയപ്പോൾ കാണുന്നുണ്ട്, ഇപ്പോഴും ആ ഇല നിൽക്കുന്നുണ്ട്. ജോൺസി ലേ ഫോർ എ ലോങ് ടൈം ലുക്കിംഗ് അറ്റ് ഇറ്റ്. കുറേ സമയം കിടന്നുകൊണ്ട് ആ അവസാനത്തെ ഇലയെ കിടന്നുകൊണ്ട് നോക്കുകയാണ് ജോൺസി. ആൻഡ് ദെൻ ഷീ കോൾ ടു സ്യൂ. അതിനുശേഷം ജോൺസി സ്യൂവിനെ വിളിച്ചു. ഐ ഹാവ് ബീൻ എ ബാഡ് ഗേൾ സ്യൂ. അല്ലയോ സ്യൂ, ഞാൻ ചീത്ത പെൺകുട്ടിയാണ്. സെഡ് ജോൺസി എന്ന് ജോൺസി പറയാം. സംതിങ് ഹാസ് മെയ്ഡ് ദ ലാസ്റ്റ് ലീഫ് സ്റ്റേ ദ ജസ്റ്റ് ടു ഷോ മീ ഹൗ ബാഡ് ഐ വാസ്. കാരണം അവസാനത്തെ ഇല വീണില്ല. അങ്ങനെ വീണിരുന്നെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചീത്ത കുട്ടിയാണെന്ന് പറയണം. ഇറ്റ് ഈസ് എ സിൻ ടു വാണ്ട് ടു ഡൈ. ഇങ്ങനെ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് പാപമാണ്. യു മേ ബ്രിങ് മീ എ ലിറ്റിൽ സൂപ്പ് നൗ. എന്തായാലും നീ എനിക്ക് കുറച്ച് സൂപ്പ് കൊണ്ടുപോവാ. ആൻഡ് ദെൻ പുട്ട് സം പില്ലോസ് ബിഹൈൻഡ് മീ ആൻഡ് ഐ വിൽ സിറ്റ് അപ്പ് ആൻഡ് വാച്ച് യു കുക്ക്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നിൻ്റെ പാചകം കാണട്ടെ, അല്ലേ? ഞാനിവിടെ ഇരുന്നുകൊണ്ട് പാചകം കാണുകയും ചെയ്യാം. ആൻ അവർ ലേറ്റർ ഷീ സെഡ് സ്യൂ സം ഡേ ഐ ഹോപ്പ് ടു പെയിൻറ്റ് ദ ബേ ഓഫ് നേപ്പിൾസ്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അവൾ പറഞ്ഞു, അല്ലയോ സ്യൂ, ഞാൻ ഒരിക്കലും പറഞ്ഞിരുന്നല്ലോ എനിക്ക് നേപ്പാൾ ഉൾക്കടലിൻ്റെ ചിത്രം വരയ്ക്കണം, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയണം. ദ ഡോക്ടർ കെയിം ഇൻ ദ ആഫ്റ്റർനൂൺ. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വരുന്നു. ഈവൻ ചാൻസസ് സെഡ് ദ ഡോക്ടർ ടേക്കിംഗ് സ്യൂസ് തിൻ ഷേക്കിംഗ് ഹാൻഡ് ഇൻ ഹിസ്.
മെലിഞ്ഞ കൈകൾ അദ്ദേഹംക്ക് ആസ്ഥാനം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നേരിയ ഒരു പ്രതീക്ഷയുണ്ട്. വിത്ത് ഗുഡ് നഴ്സിംഗ് യു വിൽ വിൻ. നീ നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ നീ അതിൽ വിജയിക്കും. ആൻഡ് നൗ ഐ മസ്റ്റ് സീ അനദർ കേസ് ഐ ഹാവ് ഡൗൺ സ്റ്റെയർ. ഇതേപോലുള്ള മറ്റൊരു കേസ് കൂടി ഞാൻ താഴെ ഡൗൺ സ്റ്റെയറിൽ ഞാൻ കാണുകയാണ്. ബർമൻ, ഹിസ് നെയിം ഈസ്, അദ്ദേഹത്തിൻ്റെ പേര് ബർമൻ എന്നാണ്. സം കൈൻഡ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ ഒരു കലാകാരനാണ്. ന്യൂമോണിയ 2, അദ്ദേഹത്തിനും ന്യൂമോണിയ ആയിരുന്നു. ഹീ ഈസ് ആൻ ഓൾഡ് വീക്ക് മാൻ ആൻഡ് ദ അറ്റാക്ക് ഈസ് ക്യൂട്ട്. അദ്ദേഹം വയസ്സായിട്ടുണ്ട്, ദുർബലനാണ്, അതോടൊപ്പം തന്നെ തീവ്രമായിട്ടുള്ള ആ ഒരു രോഗം അദ്ദേഹത്തിനുണ്ട്. ദർ ഈസ് നോ ഹോപ്പ് ഫോർ ഹിം. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയും അയാളിൽ ഇല്ല. ബട്ട് ഹീ ഗോസ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ ടു ബി മെയ്ഡ് മോർ കംഫർട്ടബിൾ. സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്നാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ സെഡ് സ്യൂ. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി. തൊട്ടടുത്ത ദിവസം ഡോക്ടർ വീണ്ടും വന്നു സ്യൂയോട് പറയാണ്, ഷീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. അവൾ അപകട നില തരണം ചെയ്തിരിക്കുന്നു. യു വോൺ. നീ വിജയിച്ചു. ന്യൂട്രീഷൻ ആൻഡ് കെയർ നൗ ദാറ്റ്സ് ഓൾ. നിൻ്റെ പരിചരണവും പോഷകാഹാരവും ഇതൊക്കെ തന്നെയാണ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആൻഡ് ദാറ്റ് ആഫ്റ്റർനൂൺ സ്യൂ കെയിം ടു ദ ബെഡ് വേർ ജോൺസി ലേ. ജോൺസി കിടക്കുന്ന കിടക്കയുടെ അടുത്തേക്ക് സ്യൂ വരികയാണ് ഉച്ച കഴിഞ്ഞ്. കോണ്ടൻലി ആൻഡ് പുട്ട് വൺ ആം അറൗണ്ട് ഹെർ പില്ലോസ് ആൻഡ് ഓൾ. അങ്ങനെ സംതൃപ്തിയോടെ അവളെ ജോൺസിയെ ഇങ്ങനെ കോർത്തി പിടിച്ചു, കൈകൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് സംതിങ് ടു ടെൽ യു. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറയണം. മിസ്റ്റർ ബർമൻ ഡൈഡ് ഓഫ് ന്യൂമോണിയ ടുഡേ ഇൻ ദ ഹോസ്പിറ്റൽ. ഇന്നാണ് ഹോസ്പിറ്റലിൽ വെച്ച് ന്യൂമോണിയ ബാധിച്ച് ബർമൻ മരണപ്പെട്ടത്. ഹി വാസ് ഇൽ ഓൺലി ഫോർ 2 days. അതായത് രോഗം ബാധിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ദേ ഫൗണ്ട് ഹിം ദ മോർണിംഗ് ഓഫ് ദ ഫസ്റ്റ് ഡേ ഇൻ ഹിസ് റൂം ഡൗൺ സ്റ്റെയർ ഹെൽപ്ലെസ് വിത്ത് പെയിൻ. വേദന കൊണ്ട് നിസ്സഹായനായിട്ടുള്ള അദ്ദേഹത്തെ ഇന്ന് രാവിലെ പോലും അവിടെയുള്ള ആളുകൾ, അയൽക്കാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഹിസ് ഷൂസ് ആൻഡ് ക്ലോത്തിങ് വേർ വെറ്റ് ത്രൂ ആൻഡ് ഐസി കോൾഡ്. തണുത്തുറഞ്ഞ നിലയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ഷൂസും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ദേ കുഡിൻറ്റ് ഇമാജിൻ വേർ ഹി ഹാഡ് ബീൻ ഓൺ സച്ച് എ ഡെഡ്ഫുൾ നൈറ്റ്. അവർക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ആ രാത്രിയിൽ അദ്ദേഹം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ആർക്കും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ആൻഡ് ദെൻ ദേ ഫൗണ്ട് എ ലാൻറ്റേൺ. അങ്ങനെ അവിടെ നിന്ന് അവർ ഒരു റാന്തൽ വിളക്ക് കണ്ടെത്തുന്നു. സ്റ്റിൽ ലൈറ്റഡ്. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ആൻഡ് എ ലാഡർ ദാറ്റ് ഹാഡ് ബീൻ ഡ്രാഗ്ഡ് ഫ്രം ഇറ്റ്സ് പ്ലേസ്. അതിൻ്റെ സ്ഥാനത്ത് നിന്നും വലിച്ചിഴച്ച ഒരു കോണിയും കാണുകയാണ്. ആൻഡ് സം സ്കാറ്റഡ് ബ്രഷസ്. ചിതറിയ ചില ബ്രഷുകളും കാണുന്നു. ആൻഡ് എ പാലറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് യെല്ലോ കളേഴ്സ് മിക്സ്ഡ് ഓൺ ഇറ്റ്. മാത്രമല്ല ഒരു തട്ടിൽ പച്ചയും മഞ്ഞും നിറങ്ങൾ മിക്സ് ചെയ്ത നിലയിൽ കാണുന്നുണ്ട്. ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ ഡിയർ, അറ്റ് ദ ലാസ്റ്റ് ഐ വി ലീവ് ഓൺ ദ വാൾ. നീ ജനലോട് നോക്ക് പ്രിയപ്പെട്ടവളെ, അവിടെ ആ ഐവി ചെടിയിൽ, ആ വള്ളിച്ചെടിയിൽ ഇത് അവസാനത്തെ ഇല ചുമരി നിൽക്കുന്നത് കാണാൻ പറ്റും. ഡോണ്ട് യു വണ്ടർ വൈ ഇറ്റ് നെവർ ഫ്ലക്റ്റഡ് ഓർ മൂവ്ഡ് വെൻ ദ വിൻഡ് ബ്ലൂ. കാറ്റും മഴയ്ക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് അത് വീഴാത്തത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഹാ ഡാർലിംഗ്, ഇറ്റ് ഈസ് ബർമൻസ് മാസ്റ്റർ പീസ്. അതെ പ്രിയപ്പെട്ടവളെ, ഇതാണ് മിസ്റ്റർ ബർമൻ്റെ അമൂല്യ കലാസൃഷ്ടി. ഹീ പെയിൻറ്റഡ് ഇറ്റ് ദർ ദ നൈറ്റ് ദാറ്റ് ദ ലാസ്റ്റ് ലീഫ് ഫെൽ. കഴിഞ്ഞ ദിവസം ആ അവസാനത്തെ ഇല വീണ സമയത്ത് അദ്ദേഹം വരച്ചതാണ് ഇത് അദ്ദേഹത്തിൻ്റെ അമൂല്യ കലാസൃഷ്ടിയാണ്. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റോറി. I think all of you got the idea about this story. In the next class we can discuss its textual questions and textual activities. Still wait. Have a nice day. Thank you.